കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് മെയ് 31. ഞാൻ ഇന്നും കൂടെ ഉള്ളൂ ഇവിടുത്തെ ജോലി കഴിഞ്ഞ് ഞാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമല്ലോ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. ഞാൻ അനുദിനവും നിങ്ങളെല്ലാവരെയും ഓർക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്കറിയാം, നന്നായി അറിയാം. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനകളുടെ എല്ലാ നന്മകളും ഞാൻ അനുഭവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം സമർപ്പിച്ച് ഞാൻ ഈ വചനം നിങ്ങൾക്കായി പങ്കുവെക്കുന്നു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അതരത്തിലുണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരവരുളി. സകല ഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാകുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് അത് കേട്ടു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. പ്രിയപ്പെട്ടവരെ, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലയാം. എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവന് ഒന്നിനും കുറവുണ്ടാകുകയില്ല. ആമേൻ, ഹല്ലേലൂയ. ഈ വചനത്തെ നമ്മളൊന്ന് മുറുകെ പിടിക്കും മക്കളെ. ഹല്ലേലൂയ. യേശുവിൻ്റെ വചനമാണ് സത്യം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നിങ്ങൾ എന്ത് നേടിയാലും, നിങ്ങൾ ലോകം മുഴുവൻ നേടിയെടുത്താലും, കർത്താവിൻ്റെ ആത്മാവില്ലെങ്കിൽ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. അതെല്ലാം ശൂന്യമാണ്. ഞാൻ അനുഭവത്തിലൂടെ പറയുകയാണ്. നമ്മൾ ഈ ലോകം മുഴുവൻ നേടിയെടുത്താലും നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹമില്ലെങ്കിൽ നമുക്കൊന്നുമില്ല. ദൈവത്തിൻ്റെ സ്നേഹം എത്ര ആനന്ദമാണ്, എത്ര പരിശുദ്ധമാണ്. ആ നാമത്തെ നമ്മളൊന്ന് മുറുകെ പിടിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തൊരാനന്ദമാണ്. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ദിവ്യമായ സ്നേഹം. ഈ ലോകം മുഴുവനും, ലോകത്തിൻ്റെ അധികാരിയായ സ്വർഗീയ പിതാവാണ് നമ്മുടെ ദൈവം. ഈ ലോകം മുഴുവൻ, ലോകത്തിലുള്ള എല്ലാം സമസ്തവും മനുഷ്യമക്കൾക്കായി സൃഷ്ടിച്ചു. ആ സ്വർഗത്തിലെ പിതാവ് നമ്മൾ പറയുകയാണ്, ഞാൻ ശാന്തശീലനാണ്, വിനീത ഹൃദയനാണ്. എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൽ നിന്ന് നമ്മൾ പഠിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ സ്നേഹത്തിൽ നിന്ന് നമ്മൾ പഠിക്കണം. നമുക്കെന്താ വേണ്ടത്? വേണ്ട സമയത്ത് തരാൻ കഴിവുള്ള സ്വർഗീയ പിതാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവത്തെ നമുക്ക് മുറുകെ പിടിക്കാം. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ വാത്സല്യക്കരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും കൂടിയിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം പിതാവേ, നിരന്തരം എന്നെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുകയും പ്രാർത്ഥന ആവശ്യപ്പെടുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ഞാൻ സമർപ്പിക്കുന്നു. അവരുടേതായ ആവശ്യങ്ങളെല്ലാം സമർപ്പിക്കുന്നു. ദൈവമേ, ഉണർവോടിരുന്ന്, രാത്രിയുടെ യാമങ്ങളിലൊക്കെ ഉണർവോടിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയോട് ചേർന്ന് നിൽക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ദൈവമേ, കഷ്ടതകളും പ്രയാസങ്ങളും പീഡകളും ദുഃഖങ്ങളും ബലഹീനതകളും എല്ലാം അനുഭവിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. കർത്താവേ, അവരുടെ എല്ലാം മേൽ അങ്ങയുടെ ശക്തമായ കരം നീട്ടണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന ദൈവസ്നേഹം അവരും അനുഭവിക്കുവാനുള്ള കൃപ നൽകണമേ. അതോടൊപ്പം എന്നെയും എൻ്റെ ഭർത്താവിനെയും മക്കളെയും മരുമക്കളെയും കുഞ്ഞുമക്കളെയും അപ്പാപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവെ, അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. എനിക്ക് ദാനമായി തന്ന എൻ്റെ സഹോദരങ്ങളെയും സഹോദരിമാരെയും സഹോദരന്മാരെയും മക്കളെയും കുഞ്ഞുമക്കളെയും അവരിലുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെല്ലാം അനുഗ്രഹിക്കണമേ. അവർക്ക് ആവശ്യമായ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കൊണ്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. ദൈവം നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.